സോഷ്യൽ മീഡിയയിൽ വ്യാജ പോസ്റ്ററുകൾ സൃഷ്ടിച്ച് പ്രചരണം നടത്തുന്നതിനെതിരെ ഡിജിപിക്ക് പരാതി നൽകി ജോൺ ബ്രിട്ടാസ് എംപി. താൻ നടത്താത്ത പ്രസ്താവനയാണ് പ്രശസ്ത പത്രത്തിന്റെ വാർത്ത എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. വ്യാജ വാർത്തയുടെ രേഖകൾ സഹിതമാണ് പരാതി നൽകിയതെന്നും വിഷയത്തിൽ കർശന നടപടി വേണമെന്നും ജോൺ ബ്രിട്ടാസ് എംപി. വിവരങ്ങളുമായി നൃപൻ കൂടി ചേരുന്നുണ്ട്. നൃപൻ, ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എംപിക്ക് നേരെ നടത്തിയ വ്യാജ വാർത്തയ്ക്കെതിരെയാണ് അദ്ദേഹം ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇതിനു മുൻപും എം സ്വരാജിനെതിരെയും ഇത്തരത്തിലുള്ളൊരു വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു, പോസ്റ്ററുകൾ രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അവന്തിക CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജിനെതിരെ വ്യാജമായിട്ടുള്ള പ്രചരണം ദേശാഭിമാനി പത്രത്തിൻ്റെ ഫോണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിൽ വന്ന വാർത്തയാണ് എന്ന തരത്തിൽ കാർഡ് ചെയ്ത് സോഷ്യൽ മീഡിയ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. ഇതിനെതിരെ എം സ്വരാജും ഒപ്പം തന്നെ ദേശാഭിമാനി ദിനപത്രവും DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ വാർത്തയ്ക്ക് തുടർച്ചയായി അതിൻ്റെ സമാനമായിട്ടുള്ള വ്യാജ പ്രചരണമാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MPക്കെതിരെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം സൈബർ സൈറ്റുകളിൽ നിന്ന് സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വ്യാജമായി ഇത്തരത്തിൽ കാർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നത്. സ്വാഭാവികമായും പലർക്കും ആ ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ ഫോണ്ടാണെന്ന് തോന്നിപ്പോവുകയും അങ്ങനെ പലരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടാണ് ജോൺ ബ്രിട്ടാസ് MP സംസ്ഥാനത്തെ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുക വഴി ശരിയായ സംവാദങ്ങളെ നശിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. വ്യക്തിഹത്യ നടത്തുക, ഇതിൻ്റെ പിന്നിൽ വ്യക്തികളെ കളങ്കപ്പെടുത്തുക, സ്വാഭാവികമായും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ കർശനമായ നടപടി ഉണ്ടാകണം. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണമെന്നും ജോൺ ബ്രിട്ടാസ് MPയുടെ ഈ പറയുന്ന പരാതിയിൽ പറയുന്നുണ്ട്. ആ പരാതിയിൽ ഉന്നയിക്കുന്ന വിഷയത്തിനൊപ്പം തന്നെ വ്യാജ കാർഡുകൾ ഇറക്കിയ രേഖകളും അതിൻ്റെ തെളിവുകളും അടക്കമാണ് ജോൺ ബ്രിട്ടാസ് MP DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. പ്രതീഷ് വിശ്വനാഥൻ എന്ന സംഘപരിവാറിൻ്റെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എം സ്വരാജ് നേരത്തെ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത ആദ്യം ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ ഫോണ്ടിൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഗ്രാഫിക്സോട് കൂടിയ കാർഡ് ആദ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. അതിനുശേഷം അങ്ങനെ കൂടിക്കാഴ്ചയെ അദ്ദേഹം ന്യായീകരിക്കുന്നു. ഇത് രാഷ്ട്രീയ കൂടിക്കാഴ്ചയില്ല, വ്യക്തിപരമായ സൗഹൃദ സന്ദർശനമാണ് എന്ന് എം സ്വരാജ് മറുപടി നൽകിയെന്ന തരത്തിലുള്ള വ്യാജ കാർഡ് രണ്ടാമത് വലിയ രീതിയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. അതിനെതിരെയാണ് എം സ്വരാജും ദേശാഭിമാനിയും DGPക്ക് പരാതി നൽകിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് എം സ്വരാജ് പ്രതീഷ് വിശ്വനാഥുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ എന്താണ് തെറ്റ് എന്നതാണ് ഇപ്പോൾ പുതുതായി പുറത്തിറക്കിയിട്ടുള്ള കാർഡിൽ പറയുന്നത്. താനും പല BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആ വാർത്തയെ വ്യാജ വാർത്തയെ ന്യായീകരിക്കുന്ന തരത്തിൽ ജോൺ ബ്രിട്ടാസും പ്രതികരിച്ചു എന്നാണ് ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ ഫോണ്ട് എന്ന വ്യാജേനെ ഈ ഗ്രാഫിക്സ് കാർഡുകൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് പലരും തിരിച്ചറിയാതെ സോഷ്യൽ മീഡിയയിൽ പല സൈബർ ഹാൻഡിലുകളിൽ നിന്നും ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. വാട്സപ്പ് വഴിയും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴിയൊക്കെ തന്നെ വിവിധ സൈറ്റുകളിൽ നിന്ന് സമാനമായ വ്യാജ കാർഡുകൾ പ്രചരിപ്പിക്കുകയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോൺ ബ്രിട്ടാസ് MP അതിൻ്റെ കാർഡും അതിൻ്റെ രേഖകളും അടക്കം DGPക്ക് പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഇത് കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കണം. ഒപ്പം തന്നെ ഇതിൻ്റെ വേരുകൾ ഇവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വ്യാജ കാർഡുകൾ ഇത്തരത്തിലുള്ള ലക്ഷ്യത്തോടു കൂടി പുറത്തിറങ്ങുന്നതെന്ന് അന്വേഷിക്കണം. അത് തുടർച്ചയായിട്ടുള്ള ഇനിയും ശരിയായ മാധ്യമപ്രവർത്തനത്തിൻ്റെ ശരിയായ രീതിക്ക് ഇത്തരം കളങ്കം തീർക്കുന്നതാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ. ദേശാഭിമാനി പത്രത്തെയും ദിനപത്രത്തിൻ്റെയും ആധികാരികതയെ ചോദ്യം ചെയ്യുകയും അത് ദുരുപയോഗം ചെയ്യുകയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുക വഴി ശരിയായ മാധ്യമപ്രവർത്തകത്തെ തകർക്കുക, സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തുകയും അവർക്കെതിരെ കർശന നടപടി വേണം എന്നതാണ് ജോൺ ബ്രിട്ടാസ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ആരും അറിയാത്ത പ്രസ്താവനകൾ തങ്ങളുടെ നേതാക്കളുടെ CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അവരൊരിടത്തും നടത്താത്ത പ്രസ്താവന, അത്തരത്തിൽ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത വാർത്തകൾ കാർഡായി ഗ്രാഫിക്സായി പ്രചരിപ്പിക്കുന്നു. അത് വാട്സപ്പ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും വ്യാപകമായി ചില ഒളി സങ്കേതങ്ങളിൽ നിന്ന് ചില സൈബർ സൈറ്റുകളിൽ നിന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അതിൻ്റെ ഗൗരവതരമായ അന്തരീക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോൺ ബ്രിട്ടാസ് MPയും പോലീസ് മേധാവിക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്.